ഇങ്ങനെ തുടങ്ങിയവരോടൊക്കെ നീ റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ അതൊക്കെ നീ മാറ്റി ഖൈറിലും റഹ്മത്തിലും ആക്കി തരണമേ റബ്ബേ. അമലിന്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ചില ഓട്ടകൾ കാണിച്ചു തരാം. നാലാഴ്ച കൊണ്ട് ചില ഓട്ടകൾ കാണിച്ചു തരാം. റമദാനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ അള്ളാഹുവിലേക്ക് നമ്മെ തടയുന്ന ചില ഓട്ടകൾ. ആ ഓട്ടകൾ ഞാനൊരു 4 ആഴ്ച കൊണ്ട് നോമ്പ് വരെ ചില ഓട്ടകൾ കാണിച്ചു തരാം. ആ ഓട്ടകൾ ഉപകരിക്കും. അത് നല്ല തല കൊടുത്ത് ചിന്തിക്കണം, അപ്പോഴേ മനസ്സിലാവും. ചില സുഷിരങ്ങൾ, ആ സുഷിരങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. അള്ളാഹു ഒരു അബദിന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, അള്ളാഹു ഒരാളെ ഉപേക്ഷിച്ചാൽ അയാൾ എത്തിച്ചേരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. തല കൊടുക്ക്. അള്ളാഹുവരെ ഒഴിവാക്കിയാൽ അയാൾ ആകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അള്ളാഹു ഒരാളെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റിൽ നിന്ന് കാര്യം മനസ്സിലാക്കുക. ഇരുട്ടിനെ വെളിച്ചത്തിന് മനസ്സിലാക്കുക, വെളിച്ചത്തിനെ ഇരുട്ടെന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായി മനസ്സിലാക്കലാണ്. എന്താണ് ഇരുട്ട്? എന്താ ഇരുട്ട്? വെളിച്ചമല്ലാത്തത് ഇരുട്ടാണ്. എന്താ വെളിച്ചം? ഇരുട്ടില്ലാത്തത് വെളിച്ചാണ് അല്ലേ? അങ്ങനെയല്ലേ? ഇരുട്ടില്ലാത്ത വെളിച്ചവും വെളിച്ചമില്ലാത്ത ഇരുട്ടുമാണ്. ഗുണമല്ലാത്തൊക്കെ ദോഷം, ദോഷമില്ലാത്ത എല്ലാം ഗുണം. ഹറാമല്ലാത്തൊക്കെ ജായിസാണ്, ജായിസല്ലാത്തൊക്കെ ഹറാമാണ്. നേരെ ഓപ്പോസിറ്റിന് മനസ്സിലാക്കുക. അത് കൃത്യമായി മനസ്സിലാക്കുക. കൂടുതൽ അതിനെ അധ്വാനിക്കേണ്ട ആവശ്യവും ഇല്ല. വേഗം, അതായത് ഒരു കാര്യത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുക. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുക? ഒറ്റ മറുപടി ഒരാൾക്ക് പറയാൻ കഴിയും. ഒറ്റ മറുപടി. ഒരാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഒരാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഒറ്റ മറുപടി, സിമ്പിൾ മറുപടിയാണ്. ഞാൻ പറയാം, ഒഴിവാക്കും. ഒറ്റ മറുപടി കൊണ്ട് കേട്ടു. ഇബ്ലീസിനോട് അള്ളാഹ് പറഞ്ഞു പൊയ്ക്കോ. അപ്പൊ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളോട് അള്ളാഹ് എന്താ പറയാ? പൊയ്ക്കോ. ഇങ്ങോട്ട് നോക്കി. എന്താണ് ഒരു ഓപ്പോസിറ്റ് മനസ്സിലാക്കുക? എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. അത് ഭയങ്കര മനസ്സിലാക്കല. ഒരാളെ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനോട് എന്താ പറയാ? എന്താ പറയാ? പൊയ്ക്കോ. അപ്പൊ ഇദ്ഹാബ്, പോക്കൽ. എത്ര പോവും? എയോട് അള്ളാഹു തആലക്ക് ചെറിയ ദേഷ്യം, ബിയോട് ഒന്നും കൂടി ദേഷ്യം, സിയോട് ഒന്നും കൂടി ദേഷ്യം, ഡിയോട് ഒന്നും കൂടി ദേഷ്യം, ഇയോട് ഒന്നും കൂടി ദേഷ്യം, എഫിനോട് അതിനേക്കാൾ ദേഷ്യം, ജിയോട് അതിനേക്കാൾ ദേഷ്യം, എച്ചിന് അതിനേക്കാൾ ദേഷ്യമാണെങ്കിൽ ഇവരെ പൊസിഷൻ എങ്ങനെയൊക്കെ ഇരിക്കും? എയോട് അള്ളാഹു തആലക്ക് ചെറിയ ദേഷ്യം, ബിയോട് അതിനേക്കാൾ ദേഷ്യം, സിയോട് അതിനേക്കാൾ ദേഷ്യം, ഡിയോട് അതിനേക്കാൾ ദേഷ്യം, ഇയോട് അതിനേക്കാൾ ദേഷ്യം, എഫിനോട് അതിനേക്കാൾ, ജിയോട് അതിനേക്കാൾ, എച്ചിനോട് അതിനേക്കാൾ
ആണെങ്കിൽ ഇവരെ പൊസിഷൻ എങ്ങനെ ആയിരിക്കും? അല്ലെ, നിങ്ങളിപ്പം ഇതിന് വന്ന തന്നെ ആണോ അല്ലേ? അല്ല, നിങ്ങളെ ഉദ്ദേശം മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനാണോ വന്നത്? നിങ്ങളിവിടെ ക്ലാസ്സിന് വന്നാണോ? അല്ലല്ലേ? എയോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോയി കുറയും. ബിയോട് അതിനേക്കാണെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്തേക്കാക്കും. സിയോട് അതിനേക്കാൾ ദേഷ്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ദൂരെയാക്കും. മനസ്സിലായില്ല? അകറ്റൽ. എത്ര അകറ്റൽ? എത്ര അകറ്റൽ? എത്രയാണോ ദേഷ്യത്തിന്റെ അളവ് അത്ര അകറ്റൽ. അള്ളാഹു തആലക്ക് ഒരാളോട് സന്തോഷം ഉണ്ടെങ്കിലോ, എച്ചിനോട് അള്ളാഹു തആലക്ക് സന്തോഷം ഉണ്ടെങ്കിൽ എച്ചിനെ അള്ളാഹു തആല അടുപ്പിക്കും. ജിയോട് എച്ചിനേക്കാൾ സന്തോഷം ഉണ്ടെങ്കിൽ എച്ചിനേക്കാൾ അടുപ്പിക്കും. ജിയേക്കാൾ അള്ളാഹു തആലക്ക് എഫിനോടാണ് സന്തോഷമെങ്കിൽ അതിനേക്കാൾ അടുപ്പിക്കും. ഈയോട് അള്ളാഹു തആലക്ക് അതിനേക്കാൾ സന്തോഷമാണെങ്കിൽ അതിനേക്കാൾ അടുപ്പിക്കും. ഇങ്ങനെ 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 സന്തോഷത്തിൽ ഇങ്ങനെ 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 ഇങ്ങനെ, അകറ്റലിൽ ദേഷ്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് ഹബ് പൊയ്ക്കോ, വാന്നല്ല പറഞ്ഞത്, വാന്നല്ല ഇബ്ലീസിനോട് പറഞ്ഞു. പിന്നെ പറയ്, ഇബ്ലീസിനോട് എന്താ പറഞ്ഞത്? പൊയ്ക്കോ പൊയ്ക്കോ. അപ്പോ ഇനിയിപ്പോ ഇബ്ലീസ് എവിടെയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല, അത്രയും ദൂരത്ത്. ഇബ്ലീസിനേക്കാൾ അല്ലാഹു തആല ദേഷ്യപ്പെട്ട ഒരാളും ഇല്ല. ഇബ്ലീസ് ഇപ്പൊ എവിടെ നിൽക്കണേ നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയില്ല. ഈ നിൽക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒളബാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മക്കാനല്ല. മക്കാനല്ല, മക്കാൻ അവിടെ കണക്കാക്കി ചെയ്തത്. ഈ സ്ഥാപനത്തിന്റെ ഒരു ഉസ്താദിനോട് എനിക്ക് ദേഷ്യമാണെന്ന് സങ്കല്പിക്കുക. ആ വീട്ടുകാരനോട് എനിക്ക് ദേഷ്യം ഇല്ലെന്ന് സങ്കല്പിക്കുക. ഇയാൾ പാർക്കണ എന്റെ തൊട്ടടുത്ത മുറിയിലാണ്, അയാൾ അടുത്ത പറമ്പിലാണ്, സങ്കല്പിക്കുക. ഇപ്പൊ സ്ഥലത്ത് ഞാനും ഇയാളും വളരെ അടുത്താ. എന്റെ തൊട്ടടുത്ത മുറിയിലാണ് അയാളുള്ളത്, പക്ഷെ ചിരിക്കൂല. അയാൾ അടുത്ത പറമ്പിലാ, പക്ഷെ കണ്ട ചിരിക്കും. ഇവിടെ മുഖറബാരാ, അടുപ്പിക്കപ്പെട്ട ആൾ, എന്നിലേക്ക് അടുപ്പിക്കപ്പെട്ട ആളാരാ? ആ പറമ്പിലാണ്. ഈ സ്ഥലം എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം സ്ഥലകാല ബന്ധങ്ങൾക്ക് അതീതനാണ് ആര്? അള്ളാഹു. അപ്പൊ ഒളബ് അള്ളാഹുവിന്റെ റിള ഇവിടെ വിഷയം, ഒളബ് റിള ഇവിടെ വിഷയം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ അബ്ദിനെ അടുപ്പിക്കും. ആ അബ്ദിന് അവസാനം ആ അബ്ദ് ആരാവും? മുഖറബാവും. 3 കാറ്റഗറി പറയുന്നുണ്ട്. ആ 3 കാറ്റഗറിയിൽ വാഖിഅയിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, മുഖറബാണ്, അടുപ്പിക്കപ്പെട്ടവൻ. അതെത്ര? അള്ളാന്റെ പൊരുത്തത്തിന് എത്ര? ഇപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും, ഈ കൂട്ടത്തിലെ ഓരോരുത്തർക്കും അള്ളാന്റെ അടുക്കൽ ഓരോ സ്റ്റാൻഡ് ആയിരിക്കും. അള്ളാഹു തന്നെ നമ്മളെ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹു തന്നെ ചേർത്ത് തരട്ടെ. പൊരുത്തം, അള്ളാന്റെ പൊരുത്തം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. പൊരുത്തം എങ്ങനെ നേടാൻ കഴിയുന്നു പിന്നീട് നമുക്ക് പറയാം. ഇന്നത്തെ വിഷയത്തിന്റെ സ്റ്റാൻഡ് അതല്ല. പൊരുത്തം എങ്ങനെ നേടാൻ കഴിയും? പൊരുത്തം എങ്ങനെ നേടാൻ കഴിയും നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് അവസാനം പോകാം. അള്ളാന്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല ഉഷാറിൽ എന്നെ തന്നെ നോക്കി, പൊരുത്തം ആഗ്രഹിക്കുന്നവൻ
അവനിലേക്ക് നോക്കാതിരിക്കലാണ് പൊരുത്തം. പൊരുത്തം ആഗ്രഹിക്കുന്നവൻ അവനിലേക്ക് നോക്കാതിരിക്കലാണ് പൊരുത്തം. പൊരുത്തം ആഗ്രഹിക്കുന്നവൻ അവനിലേക്ക് നോക്കലാണ് അകൽച്ച. നല്ല ഉഷാറിലാണെങ്കിൽ ഒന്നും കൂടി തോർന്നുതരാം. നല്ല ഉഷാറിലാണോ? ഇബ്ലീസ് എന്താ എന്നോട് പറഞ്ഞേ? ഇബ്ലീസ് എന്താ എന്നോട് പറഞ്ഞേ? ഖലഖ്തനി മിൻ നാർ, നീ എന്നെ തീ കൊണ്ട് പടച്ചു. അപ്പൊ ഇബ്ലീസ് നോക്കിയത് ആരിലേക്കാണ്? ഇബ്ലീസിലേക്കാണ്. നിങ്ങൾ തന്നെ എഴുതി വെക്ക. ഒരു മനുഷ്യൻ അവനിലേക്ക് നോക്കിയാൽ അവൻ അല്ലാഹുവിൽ നിന്ന് അകന്നു. അവനെ സന്തോഷത്തോടെ നോക്കുക. അവനെ മേന്മത്തരത്തിൽ നോക്കുക. ഞാൻ ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ യോഗ്യൻ. കാരണം നീ എന്നെ പടച്ചത് തീ കൊണ്ട്. ഇത് മറക്കരുത്. അപ്പൊ ലോകത്തുള്ള എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ഭയങ്കര. ഞാൻ എൻ്റെ അപ്പുറം ഒരു 100 കൊല്ലം പറഞ്ഞാലും പറയല്ല. ഇത് ഞാന് മാന്തിയ അവനെ പൊരുത്തത്തിൽ നോക്കുക. അവനെ സന്തോഷത്തിൽ നോക്കുക. ഞാൻ യോഗ്യതയിൽ നോക്കുക, മേൽമത്തരത്തിൽ നോക്കുക. നീ തിരിച്ച് ഓപ്പോസിറ്റ്. ആദ്യം നബിയുടെ ആദ്യത്തെ ദുആ ഏതാ? നബി തിരിച്ചെന്താ ചെയ്ത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ അൻഫുസന, ഞങ്ങളോട് തന്നെ കുറ്റം ചെയ്തവരാണ്, ഞങ്ങളോട് അതിക്രമം ചെയ്തവരാണ്. ഓഹോ, അപ്പോൾ തന്നെ താഴ്ത്തി. ഞാൻ ആള് വളരെ മോശം. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ എന്തിനേക്കാളും കഴിഞ്ഞു. ഇതാണ് നന്മതിന്മയുടെ അടിസ്ഥാനം. അല്ലാതെ എൻ്റെ സുജൂദോ എൻ്റെ റുക്കോഴോ ഒന്നുമല്ല. എൻ്റെ സുജൂദും റുക്കോഴും ഒന്നുമല്ല. ഒരു കുന്തവും അല്ല എന്ന് പറയലാണ് എനിക്ക് പൊതിഞ്ഞത്. പുതിയ ക്ലിപ്പ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കുന്തം അല്ല എന്ന് പറയുന്നില്ല. എൻ്റെ സുജൂദ് 1000 സുജൂദ് ചെയ്യുന്ന നിന്നെക്കാൾ യോഗ്യനായിരിക്കാം ഫർദ് മാത്രം നിസ്കരിക്കുന്ന വേറെ. ചിലപ്പോൾ ഒരു റക്അത്ത് നിസ്കരിക്കും കാത്തുവരുത്ത് അപ്പുറത്ത് വേറെ. എന്തുകൊണ്ട്? അവരുടെ ഒന്നും മനസ്സിനെ തോക്കാൻ മനുഷ്യരായ നമുക്ക് കഴിയില്ല. മനസ്സാണ് പ്രശ്നം. നാളെ മുതൽ നിസ്കാരം നിർത്താൻ വേണ്ടി പറയല്ല. അള്ളാഹുവിനെ മുഖറബാക്കാൻ നിസ്കാരം നിർത്തേണ്ടതെന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല? കഴിഞ്ഞു. കിഴക്കോട്ട് പോകുക. നീ നിന്നെ കണ്ടാൽ നീ അയോഗ്യൻ, നീ അവനെ കണ്ടാൽ യോഗ്യൻ. Your route avoids a road to നിങ്ങൾ നഷ്ടക്കാർ. നീ ചെയ്യണം. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഞാൻ ഏതായാലും അവനേക്കാൾ യോഗ്യൻ. അപ്പൊ യോഗ്യൻ അയോഗ്യൻ. നീ എപ്പോൾ യോഗ്യനായോ നീ അയോഗ്യനാണ്. നീ എപ്പോൾ അയോഗ്യനായോ നീ യോഗ്യനാണ്. അതന്നെ. നീ എപ്പോൾ യോഗ്യൻ അപ്പോൾ അയോഗ്യൻ. നീ എപ്പോൾ മഹാൻ അപ്പോൾ നീ മോശപ്പെട്ടവൻ. നീ എപ്പോൾ മോശപ്പെട്ടവൻ നീ എന്നവൻ. ഞാന് അലിയുൽ ഖവാസിന്റെ ഇങ്ങനെ ഇന്നലെ ഒരു കിതാബ് നോക്കിയപ്പോൾ അലിയുൽ ഖവാസിൽ നിന്ന് കിട്ടിയ ഒരു ഇൽമു പറഞ്ഞുതരട്ടെ.
ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുന്നതോടുകൂടെ ഇത് ഫർള് നിസ്കരിക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദിയാണ് എന്നുകൂടി വിചാരിച്ചാൽ അതാണ് യോഗ്യത. തിരിഞ്ഞില്ല. ഫർള് നിസ്കരിക്കാൻ കഴിയാന്നുള്ളത് അള്ളാഹു തന്ന തൗഫീഖാണ്. അതിനു വേണ്ടിയാണ് ഇജ്ജ് എന്ത് ചെയ്യേണ്ടത്? സുന്നസ്കരിക്കുക. അപ്പൊ സുന്നത്ത് ഒരു ശുക്ര. എന്തിനുള്ള ശുക്രാണ്? ഫർള് നിസ്കരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കം പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ കുട്ടികൾ ദായിമാക്കുമെങ്കിൽ ഈ ക്ലാസ്സിൽ ഒരു അമല് പറഞ്ഞുതരും തരട്ടെ. പണിയാ, പക്ഷെ പണിയല്ല, ചെറിയ പണിയാ, പക്ഷെ വലിയ പണിയാ. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അമല് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മതിയോ? പറഞ്ഞു തരട്ടെ. ചെറിയ പണിയാണ്, എന്നാൽ അത് വലിയ കാര്യമാണ്. ചെറിയ പണിയാണ്, ചെറിയ പണിയാണ്, വലിയ കാര്യമാണ്. ഇൽമ പറഞ്ഞു തന്ന ഉസ്താദിന് വേണ്ടി, കാരണം ഞാൻ ഇങ്ങക്ക് പറഞ്ഞു തരുന്ന അമൽ ഒരു മുതല, വലിയ മുതല, ചെറിയ മുതലല്ല, ഭയങ്കര മുതല. അങ്ങനത്തെ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് പറഞ്ഞുതരാം. മറക്കരുത്, പറഞ്ഞു തരട്ടെ. എഴുതി വെക്കണം കേട്ടോ. ഇത് എഴുതി വെക്കണം. ഈ അമല് എഴുതി വെക്കണം. നിങ്ങളത് മറക്കേ ചെയ്യരുത്. വേണമെങ്കിൽ നീ ഇത് കഴിഞ്ഞിട്ട് ഈ നെറ്റിൽ നോക്കിയിട്ട് വീണ്ടും ആവർത്തിച്ച് കേട്ടാൽ മല്ല. ഇത് മറക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായ പോവാം. മഗ്രിബ് നിസ്കരിച്ചാൽ 6 റക്അത്ത് സ്വലാത്തുൽ അവ്വാബിൻ നിസ്കരിക്കാൻ സുന്നത്ത്. സ്വലാത്തുൽ അവ്വാബിൻ 6 റക്അത്ത്. ഈ 6 റക്അത്ത് നിസ്കാരത്തിൽ ഓരോ ഈരണ്ടിലും നിയത്തിന്റെ പുറമേ ഒരു നിയത്തും കൂടെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മഗ്രിബ് നിസ്കരിച്ചാൽ 6 റക്അത്ത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത് മഗ്രിബിന്റെ സുന്നത്ത് നിസ്കരിക്കും. പിന്നെ ഒരു 6 റക്അത്ത്, അത് സ്വലാത്തുൽ അവ്വാബിനാണ്. മനസ്സിലായില്ല? അത് സ്വലാത്തുൽ അവ്വാബിനാണ്. ഒരു സൂറത്തും ഓതിയിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഇനി സൂറത്ത് ഓതുകയാണെങ്കിൽ മഹാന്മാർ അവിടെ കാഫിറൂനക്ക് ശേഷം ദായിമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ റക്അത്തിൽ കാഫിറൂന ഇദാ ജാഅ നസ്റുല്ലാഹ്, രണ്ടാമത്തെ റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹ്. അപ്പൊ ആദ്യത്തെ 2 കഴിഞ്ഞ് പിന്നത്തെ രണ്ടിൽ തബ്ബത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നത്തെ 2 ഫലഖ് നാസ്. ഇങ്ങനെ സൂറത്ത് ഓതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ റക്അത്ത് സ്വലാത്തുൽ അവ്വാബിൻ നിസ്കരിക്കണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് സ്വലാത്തുൽ അവ്വാബിൻ 6 റക്അത്ത് നിസ്കരിക്കാം. 6 റക്അത്തിലും ഞാൻ സ്വലാത്തുൽ അവ്വാബിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് പുറമെ ശുക്ർ നിയത്തിയ. ഞാൻ പറഞ്ഞു എല്ലാ ഫർളിന്റെ ശേഷമുള്ള ശുക്ർ നിയത്തിയ. ശുക്രിന് വലിയൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ശുക്ർ പറഞ്ഞുതരാം. ചിലപ്പം ഇബ്ലീസിലേക്ക് കയറാൻ കഴിയില്ല. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുപോയി. പറഞ്ഞ വലിയ മർമ്മപ്പെട്ട വിഷയ, മറക്കരുത്. അവിടെ ഈ 2 റക്അത്ത് ഓരോ 2 റക്അത്തിലും ശുക്ർ നിയത്തിയ. ഒന്നാമത്തെ 2 റക്അത്ത് അപ്പോ മഗ്രിബ് നിസ്കരിച്ചു, 2 റക്അത്ത് മഗ്രിബിന് സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ 6 റക്അത്ത് സ്വലാത്തുൽ അവ്വാബിൻ നിസ്കരിക്കുക. ഈ അതിൽ 2 റക്അത്ത് ഓരോ 2 റക്അത്തിൽ നമ്മൾ എന്താ ചെയ്യാ? സ്വലാത്തുൽ അവ്വാബിനിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അടുത്തിലും അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ 3 തരത്തിലുള്ള ശുക്ർ നിയത്തിയ. മറക്കരുത്. ഞാനൊരു കനപ്പെട്ട ഇൽമാണ് ഈ പറഞ്ഞിരുന്നത്, മറക്കരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ പുറത്തു തരട്ടെ. എല്ലാവരും ചെയ്യാ. ഭയങ്കരം. ആദ്യത്തെ 2 റക്അത്തിൽ നിയത്ത് ചെയ്യേണ്ടത്, അല്ലാഹുവേ നീ എനിക്ക് നിഅമത്തായി ചെയ്തതും നിനക്ക് തിരിച്ച് നന്ദി ചെയ്യാൻ എനിക്ക് കഴിയാത്തതുമായ എല്ലാ നിഅമത്തിന്റെയും ആ അളവിലുള്ള ശുക്റിന് ഞാൻ നിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അതായത് അല്ലാഹുവേ നീ എനിക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ചെയ്യുന്നു, തിരിച്ച് നിനക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ആ ശുക്റിലേക്കുള്ള സൂചകമായി ഞാനിതാ 2 റക്അത്ത്
നിസ്കരിക്കുന്നു. ആദ്യത്തെ 2 റക്അത്ത്. അതായത് നീ എനിക്ക് നിഅമത്ത് ചെയ്തതും ആ നിഅമത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ എനിക്കോട്ട് കഴിയുകയുമില്ല. അതിന് പകരമായി ഞാനിതാ ശുക്ർ ചെയ്യുന്നു എന്ന് ആദ്യത്തെ 2 റക്അത്ത്. അപ്പൊ എങ്ങനെ നിയ്യത്ത്? സലാത്തുൽ അവ്വാബീന് 2 റക്അത്തിന്റെ പുറമെ എന്ത് നിയ്യത്ത് ചെയ്യാ? നീ എനിക്ക് നിഅമത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും തിരിച്ച് എനിക്ക് നന്ദി ചെയ്യാൻ ആവാത്തതിനും പകരമായി ഞാൻ 2 റക്അത്ത്. ആദ്യത്തെ 2 റക്അത്ത്. രണ്ടാമത്തെ റക്അത്ത് ശുക്രൻ ലക യാ റബ്ബി ജഅൽതനി മുസ്ലിം, നീ എന്നെ മുസ്ലിമാക്കിയിൽ നന്ദിയായി. മൂന്നാമത്തെ 2 റക്അത്ത് ശുക്രൻ ലക യാ റബ്ബി ജഅൽതനി മിൻ ഉമ്മത്തി മുഹമ്മദ്. ഈ മനുഷ്യന്റെ കൽബിൽ നിന്ന് വെളിച്ചം പോകില്ല ഒരു കാലത്ത്. ഒന്നും കൂടി പറയും. ആദ്യത്തെ 2 റക്അത്ത് നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും തിരിച്ച് എനിക്ക് നന്ദി ചെയ്യാൻ ആവാത്തതിനും പകരമായി അതന്നെ. അപ്പോൾ സലാത്തുൽ അവ്വാബീൻ കരുതുക. സലാത്തുൽ അവ്വാബീന്റെ 2 റക്അത്ത് എന്ന് കരുതിയിട്ട് എന്ത് പറയാ? റബ്ബേ നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി ചൊരിയാനുള്ളൂ ഒക്കെ പറയാവുന്നതൊക്കെ പറഞ്ഞു. നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ഇപ്പോൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനിയും ചൊരിയാനുമുള്ള അനുഗ്രഹങ്ങൾക്ക് എനിക്കാകട്ടെ അതിന് പകരമായി നിനക്ക് നന്ദി ചെയ്യാനോട്ട് കഴിയില്ല. അതിന്റെ നന്ദിയായി 2 റക്അത്ത്. ആദ്യത്തെ 2 റക്അത്ത്. രണ്ടാമത്തെ 2 റക്അത്തോ ആ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി എണീക്കുക. എന്നിട്ട് 2 റക്അത്ത്. അല്ലാഹുവേ ജഅൽതനി മുസ്ലിമൻ, നീ എന്നെ ശുക്രൻ ലക യാ റബ്ബി, പടച്ചോനെ നിനക്ക് നന്ദിയാണ്. ജഅൽതനി മുസ്ലിമൻ, നീ എന്നെ ഒരു മുസ്ലിമാക്കില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മൾ ആരാക്കി മുസ്ലിമാക്കിയില്ലേ? എന്താ അതിന്റെ നന്ദി ഇത് തീർക്കാൻ കഴിയില്ല. അതിന് പകരമായി പിന്നെ മൂന്നാമത്തോ ശുക്രൻ ലക യാ റബ്ബി ജഅൽതനി മിൻ ഉമ്മത്തി മുഹമ്മദ്, നീ എന്നെ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തിയല്ലോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله. കൂട്ടത്തിൽ ആർക്കാണ് ഈ മൂന്ന് നിയത്തും കൂടി പറയാൻ കഴിയാം? ഒന്ന് എണീറ്റെന്ന് പറയും ഒരാൾ. മറക്കരുത്, വേഗം ഒരാൾ. എനിവൺ മൂന്നും പറയാൻ കഴിയാതിരിക്കാം. ആദ്യത്തെ 2 റക്അത്ത്, പിന്നത്തെ 2 റക്അത്ത്, പിന്നത്തെ 2 റക്അത്ത്. എനിവൺ ഒരാൾ എണീക്ക്, ഏതെങ്കിലും ഒരാൾ പറയാം. നിയത്ത് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ 2 റക്അത്തിൽ നിയത്ത് ചെയ്യേണ്ട എന്താ? ഒരു ഏറെ നിയത്ത്. ഞാൻ ഈ 2 റക്അത്ത് നിസ്കരിക്കുന്നത് നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി ചൊരിയാനുള്ളതും എനിക്ക് തിരിച്ച് നിനക്ക് നന്ദി ചെയ്യാനാവാത്തതുമായ എല്ലാത്തിനും പകരമായി 2 റക്അത്ത്. ഓക്കെ. 2 നീ എന്നെ മുസ്ലിമാക്കിയല്ലോ, അതിനുള്ള നന്ദിയായി 2 റക്അത്ത്. നീ എന്നെ മുത്തറസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെടുത്തിയല്ലോ, അതിന് പകരമായി 2 റക്അത്ത്. കഴിഞ്ഞു. തന്നെ ശുക്രൻ 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 എന്ന് പറയാം. കാരണം ശുക്രനേക്കാൾ വലിയൊരു റുത്ബയില്ല. സബർ കാഫിറും ചെയ്യും, ശുക്ർ ചെയ്യൂല. 2 കാര്യമാണ് ദീന്. ശുക്രുമാണ് സുബറുമാണ്. അതിൽ ഏറ്റവും വലിയത് ശുക്ര, സുബറല്ല. സുബർ ആര് ചെയ്യും? സുബർ ആരും ചെയ്യും. സുബർ ചെയ്യാൻ ഒരു മനുഷ്യൻ മുസ്ലിമായിക്കൊള്ളുന്നില്ല. സുബ്രി ശുക്ർ ചെയ്യൂല. ശുക്ർ എന്ന് പറഞ്ഞാൽ ഒരു പണിയാണ്.
ശുക്ർ ചെയ്യൂല. ശുക്ർ ആരേ ചെയ്യൂ? മുഅ്മിനെ ചെയ്യൂ. അങ്ങനെ പറയാം. മുസ്ലിം ഒന്നും പറയണ്ട. മുഅ്മിനെ ശുക്ർ ചെയ്യുള്ളൂ, മുഅ്മിനെ ശുക്ർ ചെയ്യുള്ളൂ. ഞാൻ 2 തെളിവുകൾ പറയാം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. ഇന്നാ ഹദൈനാഹു സബീൽ. أعوذ بالله من الشيطان الرجيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. നിങ്ങൾക്ക് അള്ളാഹു വഴി കാട്ടിയിട്ടുണ്ട്. 2 വഴിയേ ഉള്ളൂ. ഇമ്മാ ഷാക്കിറൻ, ഒന്നിരിക്കൽ നന്ദിയുടെ വഴി, ഇമ്മാ കഫൂറൻ, അല്ലെങ്കിൽ നന്ദി കേടിന്റെ വഴി. അപ്പോൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് നന്ദിയുടെ വഴി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തില്ല. തെളിവ് നമ്പർ 1. അപ്പൊ ഇസ്ലാമിന് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് എന്ത്? സബർ. ക്ഷമ ഈമാന്റെ പകുതിയാണ്. പക്ഷെ ലാസ്റ്റ് പകുതിയാണ്, ഫസ്റ്റ് പകുതിയല്ല. ഫസ്റ്റ് പകുതി ശുക്ർ. ശുക്രിന്റെ മേൽ ഞാൻ വേറെ തെളിവ് പറഞ്ഞ ആ തെളിവ് ആപ്റ്റാ. ഇനി 2ാമത്തെ പറയാൻ പോണ തെളിവ് മൊത്തല്ല. فبما أغويتني. ഏതാ സൂറത്ത്? അറഫ് എടുത്തോ. فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. എത്ര? 16-17. ബഹുമാനപ്പെട്ട അറഫ് അധ്യായത്തിന്റെ 16-17 എഴുതിച്ചു. കുട്ടികൾ എഴുതിയാക്കി. അവിടെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം മനസ്സിലാക്കി. ഈ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുകയും ചെയ്യും. ഫബിമാ ഉവൈതനി, നീ എന്നെ ഒഴിവാക്കി, അതുകൊണ്ട് ലഹും, ഈ ആദമിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. സിറാത്തൽ മുസ്തഖീം, നിന്റെ എല്ലാ നല്ല വഴികളിലും. സുമ്മല ആത്യവും, പിന്നെ ഞാൻ അവരിൽ പ്രവേശിക്കും. മിൻബൈനി അയ്ദിഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും, വഅൻ അയ്മാനിഹിം, അവരുടെ വലത്തൂടെയും, വഅൻ ശമായിലിഹിം, അവരുടെ ഇടത്തൂടെയും. then വലാ തജിദു അക്സറഹും സ്വാബിരീൻ എന്നല്ല, വലാ തജിദു അക്സറഹും ഷാകിരീൻ. നന്ദി ചെയ്യാൻ ഒരാളെ നിനക്ക് കിട്ടൂല. അവരിൽ ഭൂരിപക്ഷത്തെയും നന്ദി ചെയ്യാൻ കിട്ടൂല. അപ്പോൾ ഇബ്ലീസ് ഏറ്റവും വെറുക്കുന്നത് എന്താണ്? നന്ദിയാണ്. അവിടെയാണ് കാര്യം. അവിടെയാ കാര്യം. മനസ്സിലായില്ല? ജനാധിപത്യ വിശ്വാസി ഏറ്റവും ഭയപ്പെടുന്നത് വർഗീയതയാണ്. വർഗീയവാദി ഏറ്റവും ഭയപ്പെടുന്നത് ജനാധിപത്യം. തിരിഞ്ഞില്ല. ജനാധിപത്യ വിശ്വാസി ഏറ്റവും ഭയപ്പെടുന്നത് വർഗീയത വളരില്ല. വർഗീയത വളർന്നാൽ ഏകാധിപത്യം വരും. വർഗീയവാദി ഏറ്റവും ഭയപ്പെടുന്നത് ജനാധിപത്യം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇങ്ങോട്ടും മനസ്സിലായോ? ചിന്തിക്കണം. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് ഇബ്ലീസിനെയാണ്. ഇബ്ലീസ് ഏറ്റവും ഭയപ്പെടുന്നത് നന്ദിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കേണ്ടത് നന്ദിയാണ്. നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് ഇബ്ലീസിനെ. ഇബ്ലീസ് ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനാണ്? നന്ദിയിലാണ്. നന്ദി ചെയ്യാൻ വിടൂല, നന്ദിയാൻ വിടൂല. ഞാൻ നിസ്കരിക്കാൻ വിടൂല എന്നോ വരെ പറയില്ല. കാരണം നിസ്കാരക്കാരും നരകത്ത് പോകും. കാരണം ആ നിസ്കാരം എന്തല്ല. നന്ദി നന്ദിയാണെങ്കിൽ പോവില്ല. നന്ദിയേക്കാൾ വരുന്നില്ല.
അപ്പൊ എപ്പോഴും എവിടേക്കാണ് നോക്കേണ്ടത്? നന്ദി. നന്ദി. നന്ദിക്ക് അവസാനമില്ല. ആയുസ് മുഴുവനും നടുവൊടിഞ്ഞ് ഭർത്താവിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട പെണ്ണ് മരിക്കാൻ കിടക്കുമ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് കാൽക്കൽ വീഴയ്യ, നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തിരിച്ച് മോശപ്പെട്ട പെണ്ണാണെങ്കിൽ എണ്ണും. എന്ത് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ, ഞങ്ങൾക്ക് അലക്കി തന്നില്ലേ, ഞങ്ങൾക്ക് തേച്ച് തന്നില്ലേ, ഞങ്ങൾക്ക് കുപ്പായത്തിന്റെ കുടുക്കിട്ട് തന്നില്ലേ, ഞങ്ങൾക്ക് ഇതിനവസാനല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അതേതായാലും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാമത്ത് എണ്ണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഓള് മോശപ്പെട്ടോളാം. പറയണ്ട. നമ്മളൊപ്പമുള്ളത് മോശപ്പെട്ടാണെങ്കിൽ നമ്മൾ പറയില്ല, പറയാൻ പാടില്ല. കേൾക്കാൻ ഓൾക്ക് സുഖം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നിന്നുണ്ടോ ഓൾ മോശപ്പെട്ടോളാം. ഞാൻ എനക്ക് നിന്നുണ്ടോ ഓൻ മോശപ്പെട്ടോള. അതായത് സ്നേഹം എന്നാൽ അലിയല. സ്നേഹം അലിയല. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയിലും. അപ്പൊ അവർക്ക് രണ്ടാൾക്കും കഴിവുകേടാണ്. നമ്മളിപ്പോ അള്ളാഹ്ക്ക് ചെയ്യുന്നത് എന്നാൽ കഴിവുകേടാണല്ലോ. എന്ത് പഠിച്ചോനെ, നീ എനിക്ക് അനുഗ്രഹം ചെയ്തെന്നോ തിരിച്ചൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഇനി ഞാൻ രണ്ടറക്കായിട്ട്. ഇതല്ലേ ഇപ്പൊ പറഞ്ഞേ? എവിടെയും പറ്റും. ഇത് 6 റക്അത്ത് മഹാന്മാർ തെർത്തീബാക്കി വെച്ചതാ. ഇത് മഗ്‌രിബിന്റെ നിസ്കാരമാണ്. അതൊരു വല്ലാത്ത നേരാ. അവ്വാബിന് ഒരു പ്രധാനപ്പെട്ട നിസ്കാരമാണ്. ഏതും ശുക്ർ ഞാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു ശുക്ർ ഫർളിന് പകരം ശുക്ർ. ഇനി എന്തൊരു ശുക്രിന്റെ മേലൊന്നുമില്ല. അൽഹംദുലില്ലാ ശുക്രിന്റെ ഒരു പദാണ്. ശുക്രിന്റെ ഒരു പദാണ്. പദത്തിൽ കാര്യം ഉണ്ടോ ചോദിച്ചാൽ കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അയിമങ്ങൾ കൂടും, പിന്നെ അയിമ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാര്യമില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷേ അത് വലിയ കാര്യമൊന്നുമല്ല. ഏത് പ്രതിപക്ഷത്തുള്ള ആളുകളും തല്ലുണ്ടാക്കാൻ വേണ്ടി വന്നോലും സമ്മേളനത്തിൽ കൂടിയാലും യോഗത്തിന് കൂടിയാലും നന്ദി പറഞ്ഞുള്ളവൻ എന്താ പറയാ? ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നല്ലവരായ സദസ്യർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അങ്ങനെയല്ലേ പറയാ? ഓന്റെ മനസ്സിലെന്താ ഉള്ളത്? അമുക്കളെ, നിങ്ങൾ നമ്മൾ ശരിയാക്കാൻ വന്നതല്ലേ, ഞങ്ങളിവിടെ ഒറ്റക്കെട്ടായി നിന്നോണ്ടല്ലേ, നിങ്ങൾ ഇന്ന് പൊളിച്ചിടാൻ വന്നതല്ലേ അമുക്കളെ. ഇതാണ് ഓന്റെ മനസ്സിൽ. പക്ഷെ പറഞ്ഞ എന്താ? നന്ദി പറഞ്ഞോളൂന്നോ? ആണോ അല്ലേ? നന്ദി എവിടെയാ? അതിന്റെ അർത്ഥം നിങ്ങൾ ചെല്ലരുത് എന്നല്ല, പക്ഷെ അതിനൊക്കെ ഒരു അളവുണ്ട്, മറ്റിന് അളവില്ല. നന്ദി മനസ്സെന്നാവുമ്പോൾ അളവില്ല, നന്ദി നാവുന്നാവുമ്പോൾ അളവുണ്ട്. നന്ദി നാവുന്ന് വേണ്ടേ? നാവ് പിന്നെ അങ്ങോട്ട് കിട്ടാതെയോ? അതായത് ഒരു അൽഹംദുലില്ലാ മേലെ വേറെ അൽഹംദുലില്ലാ കയറിയാൽ അൽഹംദുലില്ലാ നിർത്തും, തിരിഞ്ഞില്ല. പിന്നെ അവന്റെ ജീവിതം മൊത്തം അൽഹംദുലില്ലാ. ഒരു നിഅമത്തിനെ നന്ദി പറയുമ്പോഴത്തേന് മറ്റൊരു നിഅമത്ത് ഓർമ്മ വന്നു, പിന്നെന്ത് ചെയ്യാൻ? لا أحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى الله. ഇതിനർത്ഥം വെച്ചാൽ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇത് റസൂലുള്ളാഹിന്റെ ദുആ ആണോ അല്ലേ? റസൂലുള്ളാഹിന്റെ ദുആ ഒന്നുമില്ലേ? ലാ ഉഹ്സീ സനാഅൻ അലൈക
أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى لا أحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى لا أحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. ഞാൻ തിരിച്ചു വരട്ടോ. ലാ ഉഹ്സി സനാഅൻ അലൈക, നിന്റെ മേലുള്ള പുകഴ്ത്തപ്പാടിനെ, നിന്നെ പുകഴ്ത്തി പറയലിനെ എണ്ണിക്കണക്കാക്കാൻ എനിക്ക് കഴിയുകയില്ല. അതായത് നിന്നെ എങ്ങനെയാണോ എത്രയാണോ പ്രശംസിക്കേണ്ടത് എന്നത് എനിക്ക് അറിയില്ല, കഴിയൂല. അന്ത, നീ, കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെപ്പറ്റി പുകഴ്ത്തിയതുപോലെ തന്നെയാണ് നീ. എനിക്ക് നിന്നെ പുകഴ്ത്താൻ കഴിയില്ല. ഞാൻ നിന്നെ പുകഴ്ത്തിയ പുകഴ്ത്തലോട്ട് ആകൂല. നമ്മൾ അള്ളാനെ പുകഴ്ത്തിയാൽ പുകഴ്ത്തലാവൂല. ഞങ്ങൾക്ക് ഇവിടെ മട്ടൻ ബിരിയാണി ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മട്ടൻ ബിരിയാണി തന്നു. ഏയ് കറി മനുഷ്യന്മാരെ, മട്ടൻ ബിരിയാണി തന്നു, ചാപ്സ് തന്നു, മട്ടൻ ചാപ്സ്, ചിക്കൻ 65, 45, ഇത് മുഴുവൻ ഞാൻ തന്നു. ഞങ്ങൾക്ക് പാലൂത തന്നു, ഞങ്ങൾക്ക് പുഡിങ് തന്നു, എല്ലാം തന്നു, അലുവ തന്നു, എല്ലാം തന്നു. അവസാനം ഞാൻ അലുവ കുത്തി തിന്നാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കൈയൊക്കെ കഴുകി കുലുക്കൊഴിഞ്ഞ് കൈകി വന്ന് ഇവിടെ ഇരുന്നപ്പോൾ അലുവന്റെ പാത്രങ്ങൾ നല്ല നല്ല 1-ാം നമ്പർ അലുവയും നല്ല 1-ാം നമ്പർ എന്താ പറയാ റുത്തബ്, നല്ല കാരക്കൽ ഈത്തപ്പഴത്തിന്റെ റുത്തബ് ഇങ്ങനെ പ്ലേറ്റ് നിറച്ചെന്നു. അപ്പോൾ നിങ്ങൾ കൈ കഴുകി വന്നതുകൊണ്ട് അത് തൊടാൻ ഞങ്ങൾക്കൊരു മടി. അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് ഈർക്കളി കൊടുന്നു. ആ ഈർക്കളി കയ്യെ കിട്ടിയപ്പോ നിങ്ങൾ എന്ത് പറയാ? ഞങ്ങൾക്ക് ഈർക്കളി എത്തിച്ചെന്ന ഉസ്താദിനാണ് സർവസ്തുതിയും എന്ന് പറയാം. ഇതാണ് നമ്മളെ ശുക്ർ. തിരിഞ്ഞില്ല. നീ ഇതിനപ്പുറം ഒരു ഉദാഹരണം പറയാൻ എനിക്ക് കഴിയില്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായില്ല. ഈ സൗകര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി. മട്ടൻ, ചിക്കൻ എല്ലാം നിറച്ച് പുള്ള് രാജാവിന്റെ പാത്രത്തിൽ തന്നു. വലിയ സൗകര്യം തന്നു, ഭയങ്കര ഉഷാറാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫാലൂദ, പുഡിങ്, ഇത് എല്ലാം തന്നു. എനിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധിയാണത്. അതിന്റെ അപ്പുറത്തേക്ക് സാധനത്തിന്റെ പേര് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അറിയുന്നതും എനിക്ക് അറിയാത്തതുമായ എല്ലാം നിറച്ചു തന്നു. പിന്നെ നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു? കൈയൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ട് ഞങ്ങൾക്ക് നല്ല അലുവ 1-ാം നമ്പർ എന്താ പറയാ ഇളനീരിന്റെ അലുവ വന്നു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ നല്ല റുത്തബ് തന്നു, എല്ലാം പ്ലേറ്റിൽ ഇങ്ങനെ നിറച്ച് തന്നെ. ഇത് തിന്നോളി നടപ്പം ഞങ്ങൾക്കൊരു മടി. അപ്പൊ ഞങ്ങൾക്കൊരു കോലുമുറി കൊടുത്തു തന്നു. എന്തിന്? കുത്തി തിന്നാൻ. അപ്പങ്ങള് ശുക്ർ ചെയ്യാണ്. എന്ത്? ഞങ്ങൾക്ക് കോലുമുറി എത്തിച്ചെന്ന ഉസ്താദിന് ഞങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇതാണ് നമ്മളെ നന്ദി. അതായത് അള്ളാഹിന്റെ നിഅമത്തിന്റെ വലിപ്പത്തിൽ ഇപ്പോൾ നമുക്ക് അറിയുന്നില്ല. ഒരു ഗ്ലാസ് ഒറ്റ വാക്ക് ഒരു ഗ്ലാസ് എടുക്കടോ, ഒരു പാത്രം എടുക്കുക, ഒരു പാത്രം, ഗ്ലാസ്, എനിത്തിങ്, പെട്ടെന്ന് 1 സെക്കൻഡ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സസ്യമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ട്. കോടാനക്കോടി സസ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ഭക്ഷണം എടുത്തത്. കോടാനക്കോടി സസ്യങ്ങളിൽ നിന്നാണ് നിഅമത്തുകൾ ഒരു ഭക്ഷണം പെടുത്തിയത്. എന്തൊക്കെയാണ് ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇപ്പോൾ നിനക്ക് 1000 കൊല്ലം നിങ്ങൾ പഠിച്ചാലും തീരൂല.
എന്നിട്ട് നീ ഒരു ഭക്ഷണം കുടിച്ചു. ഇനി നിന്റെ വൻകുടലിൽ ചില ബാക്ടീരിയകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ബാക്ടീരിയയിൽ 80% നിനക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിന്റെ ഭക്ഷണം തേക്കൂല. 20% ചീത്ത ബാക്ടീരിയ ഉള്ളൂ, 80% നല്ല ബാക്ടീരിയ. മനസ്സിലായില്ല? 80% നല്ല ബാക്ടീരിയ പ്രവർത്തിച്ചത് കൊണ്ടാണ് നീ പിറ്റേന്ന് രാവിലെ കക്കൂസ് പോയത്. ഇല്ലെങ്കിൽ കീറേണ്ടി വരും, പള്ള കീറേണ്ടി വരും. മനസ്സിലായില്ല? അപ്പം എത്ര കോടി ബാക്ടീരിയ ഉണ്ടാവും, എത്ര കോടി. അതൊക്കെ സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികൾ നിന്റെ വൻകുടലിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നീ പിറ്റേന്ന് രാവിലെ കക്കൂസ് പോയത്. ഇന്നലെ കള്ളു കുടിച്ചു. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എടാ, ഇന്നലെ രാത്രി കള്ളുടിച്ചു. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ കള്ള് ദഹിപ്പിക്കാൻ കോടിക്കണക്കായ ബാക്ടീരിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തത് എതിരാണ് ആർക്ക്? അത് ദഹിച്ച് നേരം വെളുത്തിട്ട് കക്കൂസ് പോയി മൂത്രിച്ച് വന്നിട്ട് ചായ എവിടെ? ജോള മുന്നിൽ വന്നിരുന്നില്ല. ചായ എവിടെ? ആ ചായ എനിക്ക് കുടിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പൊ എന്റെ പള്ളിയിലുള്ളത് എത്ര കോടി സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു. എത്ര കോടി സൂക്ഷ്മജീവിയാടാ ഈ ഒരു ഉരുളക്ക് പിന്നിൽ പ്രവർത്തിച്ച്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കോടാനക്കോടി സൂക്ഷ്മജീവികൾ, അതിനൊക്കെ ജീവുണ്ട്. അതിനെല്ലാം ജീവൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിന്നെ പുകഴ്ത്തി പറയാനും എണ്ണി കണക്കാക്കി പറയാനും എനിക്ക് കഴിയില്ല. അന്ത നീ ചെല്ലടോ തിരിക്കണത്. അന്ത നീ ചെല്ലടോ. അന്ത നീ സർവേശ്വരനായ റബ്ബേ കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞതുപോലെയാണ് നീ. അല്ലാതെ ഞാൻ പുകഴ്ത്തി പറയും പോലെ അല്ല. ഞാൻ എവിടേക്കെത്തിയാലും ഈർക്കലിനോട് എത്തുള്ളൂ. മനസ്സിലായില്ല? എനിക്ക് ഈർക്കളി തന്നവനാണെന്ന് പറയാൻ എനിക്ക് കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോഴും എന്റെ ചിന്തകളോ പഠനങ്ങളോ എത്തില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം തന്നെ. ഇതിനപ്പുറം ഉദാഹരണം എനിക്ക് പറയല്ല. നമ്മളെപ്പോഴും മനസ്സിലാവേണ്ട പറഞ്ഞേ, നമ്മളെപ്പോഴും ലാസ്റ്റ് നമുക്ക് ചെറുതെ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല. നിനക്കാണ് സർവസ്തുതിയും. വലക ശുക്രു, നിനക്കാണ് നന്ദിയും. ഹത്താ തർള, നീ തൃപ്തിപ്പെടുന്ന അത്ര. ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, നീ തൃപ്തിപ്പെടുന്ന അത്ര നിനക്ക് നന്ദിയാണ്. പക്ഷെ അത് പറഞ്ഞെത്തിക്കാൻ എനിക്കോട്ട് കഴിയൂല. എനിക്ക് നന്ദി പറയാൻ കഴിയില്ല. കാരണം എനിക്ക് നിന്റെ എന്തിനൊക്കെ നന്ദി പറയേണ്ടത് അറിയില്ല. ഞാൻ വലിയ താങ്ങി പിടിച്ച് നന്ദി പറഞ്ഞാലും എവിടേക്കേ ആവുള്ളൂ. ഈർക്കിളിക്ക് നന്ദി അത്ര, അതിന്റെ അപ്പുറത്ത് എത്ര, അതൊന്നും എനിക്കറിയില്ല. അപ്പൊ നന്ദിയാണ് തീരെ. അറാഫ് 16-17. വലാ തജിദു, നീ എത്തിക്കൊയില്ല. അക്സറഹും, ആദമിന്റെ മക്കളിൽ ഭൂരിപക്ഷത്തെയും നീ എത്തിക്കൊയില്ല. ഷാക്കിരീൻ, നന്ദിയുള്ളവരായിട്ട് എത്തിക്കൂല. നന്ദിയുള്ളവരിൽ എത്തിച്ചാൽ അവരാരായി? മുഅ്മിനായി. ഞാൻ സമ്മതിക്കൂല. ഒന്നുമല്ല. ഏറ്റവും വലുത് എന്താ? ശുക്ര. മനസ്സിലായില്ല? ചിന്തിക്കണം. 10 റുപ്യ കയ്യിലുള്ള സമയത്ത് മര്യാദയ്ക്ക് 2 റക്അത്ത് നിസ്കരിക്കവരെയില്ല. ഓനങ്ങനെ ഓളായി നടക്കും. ക്യാൻസർ പിടിച്ചാൽ പിന്നെ എന്ത് പറയും? സബർ ചെയ്തു. ഞാൻ ആരോടും പറയണില്ല. എന്റെ പള്ളിയിലേക്ക് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതിനെ ഏത് അവറാനും പറയും. എന്ത്? സബർ, ശുക്രോ. ശുക്ർ എന്ന് പറഞ്ഞാൽ നിഅമത്ത് കിട്ടിയ സമയത്ത് ആരെ മറക്കാതിരിക്കൽ. അത് ഭൂരിപക്ഷ ആളുകൾ മറക്കും. അല്ലേ? സത്യാണോ അല്ലേ? സത്യാണോ അല്ലേ? അപ്പൊ ദീനറ എന്താ കുട്ടിയെ? ശുക്ര. മറക്കരുത്.
മറക്കരുത്. ദീന് ശുക്രാണെന്ന് ഞാൻ 2 തെളിവ് പറഞ്ഞു. ഒന്ന് സൂറത്തുൽ ഇൻസാനിൽ നിന്ന് എന്ത് ഇമ്മ ഷാക്കിറൻ ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഒന്ന് അറാഫിൽ നിന്ന്, അറാഫിന്റെ 17-ാമത്തെ ആയത്ത് വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. حسبي ربي جل الله ما في قلبي غير الله صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله 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 عليه توكل والله الله الله ചിന്തിക്കണം. അപ്പൊ അന്ന് പറഞ്ഞ വിഷയം മറക്കരുത്. ഇബ്ലീസും അള്ളാഹുവിന്റെ മുഖറബും തമ്മിലുള്ള വ്യത്യാസം. ഇബ്ലീസ് എത്രയോ ദൂരത്താകാം, മുഖറബ് അള്ളാഹുവിലേക്ക് എത്രയോ അടുത്ത. എന്താ നമ്മുടെ പ്രശ്നം? ഇബ്ലീസിന്റെ പ്രശ്നം, ഇബ്ലീസ് അവനെ കണ്ടു, മുഖറബ് അള്ളാഹുവിനെയും കണ്ടു. മുഖറബ് അവനെ കണ്ടതേ ഇല്ല. മുഖറബ് ആരെ കണ്ടു? ഇബ്ലീസ് ആരെ കണ്ടു? ഇബ്ലീസ് അവന്റെ യോഗ്യത കണ്ടു. മുഖറബ് അള്ളാഹിന്റെ യോഗ്യത കണ്ടു. നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നനച്ചു. അപ്പൊ നീയാണ് പ്രശ്നം, നീയാണ് പ്രശ്നം, ഞാനല്ല. ഞാനേതായാലും പോക്കാണ്. ഇബ്ലീസ് എന്ത് പറഞ്ഞു? നീ ചെയ്തത് ദുർന്യായം. കാരണം ഇത്തരം സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ നെറ്റ് അവന്റെ മുന്നിൽ വെക്കിപ്പിക്കാൻ പാടുണ്ടോ? എന്ത് പരിപാടിയാണ് ഈ ചെയ്ത്? പടച്ചോനല്ലേ, എനക്കൊരു അന്തം വേണ്ടേ? മനസ്സിലായില്ല. എന്ത് പഠിച്ചോൻ? ഇതൊക്കെ തന്നെ ഒറിജിനൽ പഠിച്ചോന്നാണ് അപ്പൊ എന്റെ ഡൗട്ട്. കാരണം ഇത് പഠിച്ചോനാണെങ്കിൽ ഈ ജാതി മോശത്തരം ഇഞ്ചി ചെയ്യാൻ ഞാൻ ആര്? എനിക്കറിയാം ഞാൻ ആര്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അപ്പൊ ഇബ്ലീസ് അവന്റെ യോഗ്യത കണ്ടു. ആരെല്ലാം തന്റെ യോഗ്യത കാണുന്നോ അവര് ദൂരത്തായിരിക്കും. എല്ലാം തന്റെ അയോഗ്യത കാണുന്നോ അവൻ പ്രവേശിക്കും. മനസ്സിലായില്ലേ? വേഗം 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 തന്നെ. അതിന്റെ അലൈഹി സ്വലാത്തു വസ്സലാം 1000 കൊല്ലം ചെയ്ത ദുആയാണ് റബ്ബനാ വലംനാ അൻഫുസനാ ഖാസിനീൻ. വളരെ ചിന്തിക്കണം. ഇത് എവിടെയുണ്ട്? ഇതെവിടെയോ ഉണ്ട്, ഇതെവിടെയോ ഉണ്ട്, ഇതെവിടെയോ ഉണ്ട്, ഇതെവിടെയോ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബാപ്പി മകനിലുണ്ട്. മകൻ നല്ലവനാണെങ്കിൽ ബാപ്പാക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ് ഓർക്കുക. മകൻ നല്ലവനാണെങ്കിൽ ബാപ്പ ഇങ്ങോട്ട് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുക. മകൻ മോശമാണെങ്കിൽ ഓൻ അങ്ങോട്ട് ചെയ്തത് ഓർക്കുക. ആണോ അല്ലേ? മകൻ നല്ലവനാണെങ്കിൽ ബാപ്പ ചെയ്തു. ബാപ്പാന്റെ മുന്നിൽ വർത്തമാനം കിട്ടൂല. എന്തുകൊണ്ട്? എന്റെ ബാപ്പ എനിക്ക് ചെയ്ത അനുഗ്രഹം ഓർക്കും. നേരെ മറിച്ച് മകൻ മോശപ്പെട്ടവനാണെങ്കിൽ എന്താ പറയാ? ഞാനൊരു 10-20 വയസ്സ് 22 വയസ്സായ സമയത്ത് നിങ്ങൾ ഈ നാട്ടിലൊരു വിലയില്ലാത്തവല, പിന്നെ ഞാൻ ഗൾഫ് പോയിട്ടുണ്ടാക്കിയതല്ലേ ഇതൊക്കെ. മനസ്സിലായില്ലേ? ഓനാരാ? പറയടാ, ഓനാരാ? ഇബ്ലീസാണോ? നേരെ മറിച്ച് നല്ല മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? ബാപ്പ കരയും, എന്റെ കുട്ടി എനിക്ക് എന്തൊക്കെ ചെയ്തിരുന്നു. അതൊന്നും ഒന്നല്ലേ ബാപ്പേ, നിങ്ങൾ എനിക്ക് ചെയ്തെന്നിലേക്ക് ചേർത്ത് നോക്കിയാൽ ഉത്തരം ഞാൻ കിട്ടിയതില്ല. ഇതാര് പറയും? പറയണ എങ്ങോട്ട് നോക്കിയിരിക്കണം? ആര് പറയും? നല്ല മകൻ എന്ന് പറയടാ. നല്ല മകൻ അവന്റെ ഞാമത്ത് പറയല്ല. എല്ലാ സൗകര്യം മകന് ബാപ്പാനെ അച്ഛനുണ്ടോയി ഉമ്രക്കൊണ്ടോയി എല്ലാം കണ്ടെന്ന് കൊണ്ടുവന്ന് പെരയിലെത്തിയാൽ ബാപ്പ കരിയും. നിന്റെ കുട്ടിക്ക് എനിക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെട്ട്. അപ്പൊ മകൻ തൊള്ള ഒത്തും. അത് വേണ്ട ഉപ്പേ, നിങ്ങൾ എനിക്ക് ചെയ്തതിന്റെ ഈ തിരിച്ച് ഈ അളവിൽ ഞാൻ അങ്ങോട്ട് അത് സത്യാണോ? അല്ലേ? സത്യല്ലടാ.
അത് സത്യല്ലടാ, അതാണ് സത്യം. നിങ്ങൾ എന്നോട് മാപ്പാക്കണം. നേരെ മറിച്ച് മകൻ മോശപ്പെട്ടവനാണെങ്കിൽ എന്താ പറയാ? നിങ്ങളൊക്കെ ആരെയെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഒരു കോലത്തിലായി വരുന്ന കാലത്തെ ഒരു പട്ടി വയ്യില്ലാത്ത മനുഷ്യനായിരുന്നു നിങ്ങൾ. ഇപ്പൊ ഈ നാട്ടിൽ നിങ്ങൾ മയലിന് കമ്മിറ്റി, നിങ്ങളില്ലാത്ത യോഗമില്ല. ഇപ്പൊ നിങ്ങളൊരു ആളായി. എങ്ങനെ നിങ്ങളാളായത്? ബനാര ഓൻ ആ പരീത്ത ഇബ്ലീസ് എന്ന് പറയണ എങ്ങായി? ആ പരീത്ത ഇബ്ലീസ് നമുക്കാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു ഉറക്കെ പറയാം, അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു മനസ്സറിഞ്ഞ് പറയാം, അല്ലാഹു നാഫിയ ഇൽമിൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത് തന്നെ ഇത് പെണ്ണുങ്ങളും ഭർത്താവും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഭർത്താവ് നല്ലോനാണെങ്കിൽ ഭാര്യയോട് എന്താ പറയാ? ചിലപ്പോ മനുഷ്യന് വാക്കൊക്കെ തെറ്റും. എന്നാൽ പറയും, മോളെ ഞാന് നിന്നോട് ചെയ്ത ഇത് അബദ്ധാണ്, ഈ നല്ല കുട്ടിയാണ്, എനിക്കറിയാലോ. മോശപ്പെട്ടവനാണെങ്കിൽ പറയും, എന്ത് എന്നെക്കൊക്കെ എന്ത് ചെയ്തെന്നിട്ടും കാര്യമില്ല, എന്തൊക്കെ ഞാൻ പറഞ്ഞ ചെയ്ത് തിരിച്ചു. മനസ്സിലാവണ്ട പറഞ്ഞത്? നന്മയും തിന്മയും, തിന്മയുള്ളവൻ തന്നെ കാണും, നന്മയുള്ളവൻ അപ്പുറത്താണ്. മനസ്സിലാവണ്ട? ഇവിടെ എല്ലാം അനഹൈറും മിൻഹു. ആര് പറഞ്ഞു? അനഹൈറും മിൻഹു, ഞാനാണ് ആദമിനേക്കാൾ യോഗ്യൻ. ഇതാണ് ആര് പറഞ്ഞത്? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഓൻ ആരാ? പറയാൻ കഴിഞ്ഞു, വയറ് കഴിഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കഴിയാൻ പാടില്ല. നീ ഏതാഴ്ചയും തന്നെ അറിയാനുള്ളത്. നിങ്ങൾ സൗദിയിലെനിക്ക് വന്നാൽ എല്ലാ ആഴ്ചയും തന്നെ അറിയാനുള്ളത്. നീ നിന്നെ കണ്ടാൽ നീ ആരായി? ഇബ്ലീസ്. നീ നിന്നെ കണ്ടാൽ ഇബ്ലീസ്. അതന്നെ ചിന്തിക്ക്. തിരിച്ചും മറിച്ചൊക്കെ പറയാലോ. ആര് തന്നെ കണ്ടാൽ ഇബ്ലീസാണ്, ആര് തന്നെ കുറ്റപ്പെടുത്തിയാലും അനാഥമാണ്. അത് ഇവിടുന്ന് കുറ്റപ്പെടുത്തണം, അവിടുന്ന് ആരും കുറ്റപ്പെടുത്തും. ആക്ഷേപിക്കും. അതെവിടുന്ന? മനുഷ്യൻ എല്ലാവരും ആക്ഷേപിക്കും. എനിക്കിത് വേണ്ടില്ലായിരുന്നു, നന്നാകായിരുന്നു. അവിടുന്ന് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. എവിടെ ആക്ഷേപിക്കണം? ഇവിടെ ആക്ഷേപിക്കണം. ഇവിടെ സ്വയം ആക്ഷേപിച്ചു നല്ലോനായിരിക്കും. എന്റെ മോശമാണ്, എന്റെ മോശമാണ്, എന്റേതാണ്, എന്റെ മോശം. അള്ളാഹു തല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ നല്ല വെളിപ്പെടുത്തട്ടെ. സുഷിരങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരും. ഇതായി ഇബ്ലീസിനെ ഒന്ന് മനസ്സിലാക്കി തരാ എന്നും ഇതിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്ന് പറഞ്ഞ കൂട്ടത്തിൽ സ്വലാത്തുൽ അവ്വാബീൻ 6 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ട നിയത്ത് പറഞ്ഞു. എന്താ നിയത്ത്? ആദ്യത്തെ 2 റക്അത്തിൽ അല്ലാഹുവേ, നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി നീ ചൊരിയാനിരിക്കുന്നതും എനിക്കൊരിക്കലും നന്ദി ചെയ്യാൻ ആവാത്തതിനും പകരമായി 2 റക്അത്ത്, സ്ഥാനത്തേക്ക് 2 റക്അത്ത്, അല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയൂല. 2, നീ എന്നെ മുസ്ലിമാക്കിയല്ലോ, അതിന് നന്ദിയായി 2 റക്അത്ത്. പിന്നെ നീ എന്നെ ഉമ്മത്തിൽപ്പെടുത്തിയല്ലോ, അതിന് നന്ദിയായി ശുക്ർ ശുക്ർ ശുക്ർ. 1 ആ കൂട്ടത്തിൽ വേറെ ഞാൻ പറഞ്ഞു, എന്ത് ഏത് ഫർള് കഴിഞ്ഞിട്ടും 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കുകയാണെങ്കിൽ അതെന്തിന്? ആ ഫർള് ചെയ്യാൻ കഴിഞ്ഞതിനുള്ള, ആ ഫർള് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള നന്ദി. അതെന്തിലും അങ്ങനെ തന്നെ, എന്തിലും അങ്ങനെ തന്നെ, എന്തിലും. റമദാൻ 30 നോമ്പ് നോറ്റു, 6 നോമ്പ് ശവ്വാൽ 2 മുതൽ ചെയ്യും. അതെന്തിന്? നന്ദിന്. റമദാൻ നോമ്പ് പോറ്റാൻ കഴിഞ്ഞല്ലോ. മനസ്സിലായില്ലേ? നീ എനിക്ക് ആവതി ഒന്നും ഇല്ലെങ്കിൽ കഴിയൂല. നമുക്കൊന്നുമില്ല, നമുക്കൊന്നിനുമില്ല. നമ്മളെ മൂലധനം എന്താ? ഒറ്റ വാക്ക്. എന്താ മൂലധനം? നമ്മളെ മൂലധനത്തിന്റെ വാക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മൂലധനം എന്താ? മുഅ്മിനായ മനുഷ്യന്റെ മൂലധനം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
على النبي صلى الله لا إله إلا الله 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 عليه توكلوا إلى حضرة سيد الأنبياء المرسلين المصطفى محمد صلى الله عليه وسلم. الفاتحة. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. قدسا ذاتا وصفا في كمال غناه سبحانه القدوس في حضراته عن كل ما لا ينبغي لعلاه كندجاء الكبرياء له فما وهو الحفيظ لنا وليس يؤوده في أرضه حفظ ولا بسماه وهو اللطيف لما يشاء حقيقة من حفه باللطف منه كفاه حسبي العليم بكنه حالي كافيا في كل ما أرجوه وأخشاه يا حي يا قيوم يا من كلما ناداه مضطر أجاب دعاه أنت الجليل الفرد والصمد الذي يا ربنا يا ربنا يا ربنا يا ربنا يا رب يا رباه يا رب بالذات العلية باسمها بمصون سر في يا غوثاه اكشف كروب المسلمين جميعهم وأغثهم منا بنصرك ياه واكبت مسر الكيد واردد كيده وعلى حبيبك من سرى في ليلة لعلاك فابتهج العلا لسراه أزكى الصلاة مع السلام المرتضى والآل والصحاب ماذا عندها فاستجيب دعاه حسبي ربي جل الله. ഖുർആനിലെ കുട്ടികൾക്ക് അവരുടെ ഭക്ഷണത്തിലേക്ക് ഖുർആനിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ഖുർആനിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് കണക്കില്ല ഖുർആനിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് എഴുത്തിൽ വരാതെ റിയാ ഇല്ലാതെ ഒരു സദഖ നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ ഖുർആനിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ അള്ളാഹ് മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്തതിന് നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ റബ്ബ് ചെയ്ത ഈ തൗഫീഖ് റബ്ബിനെ പറ്റി വെള്ളിയാഴ്ച രാവിലെ കേട്ടില്ലേ റബ്ബിന്റെ വലിപ്പത്തിന് എന്താണ് റബ്ബിന് നമ്മൾ ചെയ്യേണ്ടത് റബ്ബിൽ നിന്ന് നമ്മൾ എത്ര അകലെയാണ് എത്രത്തോളം ഇബ്ലീസിന്റെ സിഫത്ത് നമ്മളിൽ കയറിക്കൂടിയത് ഇതൊക്കെ മനസ്സിലാക്കലാണ് ഇന്ന് നമ്മൾ ചെയ്തത് റബ്ബിന്റെ അകന്ന് പോകാതിരിക്കാനുള്ള ഒരു ക്ലാസ്സാണ് അള്ളാഹുവിന്റെ തൗഫീഖാണ് അതുകൊണ്ട് അതിനൊരു നന്ദിയായി ദാറുൽ ഖുർആനിലെ കുട്ടികളെ ഭക്ഷണത്തിലേക്ക് ബിസ്മില്ലാ 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 حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا അള്ളാഹു താല പൊതുപരീക്ഷയിൽ എല്ലാ കുട്ടികളെയും നല്ല മാർക്ക് വാങ്ങി സന്തോഷമായി ജയിക്കാൻ അള്ളാഹു താല തൗഫീഖ് പൊതുപരീക്ഷ ജയിക്കാൻ അള്ളാഹു താല തൗഫീഖ് തരണമേ റബ്ബേ നല്ല മക്കളായി വളരാൻ അള്ളാഹുവെ തൗഫീഖ് കൊടുക്കണമേ
ഓടിച്ചു വായിക്കുക. ഗൾഫിൽ ജോലി ചെയ്യുന്ന മകന്റെ 2 കാലിനും ഭയങ്കര വേദനയാണ്. എത്ര പെട്ടെന്ന് ശിഫയാകാം. അല്ലാ ശാരീരികമായ പ്രയാസങ്ങൾ ദ്വാക്കൊരു പഠിതാവ് 500 രൂപ. ഞായറാഴ്ച വീടിനെ കുട്ടിയടിക്കാൻ ദ്വാ ചെയ്യാൻ 313. മരിച്ചുപോയ മാതാപിതാക്കൾ, ഭർത്താവ്, സഹോദരൻ എന്നവരും മൗഫറത്തിന് ദ്വാ ചെയ്യുന്ന ബോക്സിൽ. മൂത്രക്കല്ലിന്റെ അസുഖമാണ്, പ്രയാസത്തിനാണ്. ഇവിടെ പഠിച്ചിരുന്ന മകന് ശാരീരിക അസുഖമുണ്ട്. ദ്വാ ചെയ്യുന്ന സഹോദരി